രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എന്നും തീപ്പൊരി പാറുന്ന ഇടമാണ് പശ്ചിമ ബംഗാൾ. എന്നാൽ ഇന്നവിടെ കേൾക്കുന്നത് വികസനത്തിന്റെ വാർത്തകളല്ല, മറിച്ച് അഴിമതിയുടെയും ആക്രമണത്തിന്റെയും നിലവിളികളാണ്. പശ്ചിമ ബംഗാളിലെ കൂച്ച് ബെഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വെറും ഒരു തിരഞ്ഞെടുപ്പ് റാലിയായിരുന്നില്ല. അത് മമതാ ബാനർജിയുടെ ഭരണകൂടത്തിന് നൽകിയ ഡെഡ് ലൈൻ ആയിരുന്നു. മമതയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് മോദി പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വലുതാണ്. ഈ വീഡിയോയിൽ നമുക്ക് ബംഗാളിനെ മോദി എങ്ങനെയൊക്കെയാണ് കീറി മുറിച്ചതെന്ന് വിശദമായി പരിശോധിക്കാം. പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചാണ്. വോട്ട് ബാങ്ക് നിലനിർത്താൻ വേണ്ടി മമതാ ബാനർജി ഈ രാജ്യദ്രോഹികളെ വെച്ച് വാഴിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താൻ നടത്തുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിഫോം അഥവാ SIR നീക്കങ്ങളെ എന്തിനാണ് TMC എതിർക്കുന്നത്? കാരണം വ്യക്തമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് ഇവർക്ക് കൊടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആരും പാടില്ലെന്ന വാശിയാണ് മമതയ്ക്ക്. എന്നാൽ മോദി പറയുന്നു, ഇനി ഇത് നടപ്പില്ല. ബംഗാളിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഭീഷണിയാകുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നവർക്ക് മെയ് 4-ന് ശേഷം വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് സാധാരണക്കാരിലേക്ക് കൃത്യമായി എത്തിയിട്ടുണ്ട്. ബംഗാളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നത് ബോംബേറുകളും കൊലപാതകങ്ങളുമാണ്. ഇതിനെയാണ് മോദി ജംഗിൾ രാജ് എന്ന് വിളിച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളും അവരുടെ സിൻഡിക്കേറ്റുകളും ചേർന്ന് സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. വോട്ടെടുപ്പ് ദിവസം ഈ ഗുണ്ടകളെ ഭയപ്പെടരുതെന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുമ്പോൾ അതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. നിയമത്തിൽ വിശ്വസിക്കണമെന്നും മെയ് 4-ന് ഭരണം മാറിക്കഴിഞ്ഞാൽ ഈ ഗുണ്ടകൾക്കെതിരെ നിയമം അതിന്റെ വഴിക്ക് വരുമെന്നും അദ്ദേഹം പറയുമ്പോൾ അത് സാധാരണക്കാരന് നൽകുന്ന ധൈര്യം ചെറുതല്ല. അഴിമതിയും ഭീഷണിയും കൊണ്ട് കെട്ടിപ്പൊക്കിയ മമതയുടെ ആ സാമ്രാജ്യം തകരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. സന്ദേശ് ഗലിയയിലും മറ്റു സംഭവങ്ങൾ ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഗുണ്ടകൾക്ക് മമതയുടെ പാർട്ടി സംരക്ഷണം നൽകുന്നു എന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന് നാണക്കേടാണ്. നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണുനീരിന് മറുപടി നൽകേണ്ടി വരുമെന്ന് മോദി പറയുമ്പോൾ അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ കയ്യടി അതിനുള്ള തെളിവായിരുന്നു. സുപ്രീം കോടതി പോലും ഇടപെടേണ്ടി വന്ന സാഹചര്യം വിവരിക്കുമ്പോൾ മമത സർക്കാരിന്റെ പതനം അനിവാര്യമാണെന്ന സന്ദേശമാണ് മോദി നൽകുന്നത്. സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാത്ത ഒരു ഭരണകൂടത്തിന് ഇനി അവിടെ തുടരാൻ അവകാശമില്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. മമതയുടെ ദീദി ഇമേജിനെ തകർക്കാൻ മോദി മുന്നോട്ട് വെക്കുന്നത് തന്റെ സർക്കാരിന്റെ വികസന പദ്ധതികളാണ്. 33% വനിതാ സംവരണം നടപ്പാക്കിയതും 3 കോടി സ്ത്രീകളെ ലക്ഷപതി ദീദി കളിയാക്കിയതും അദ്ദേഹം എടുത്തു പറഞ്ഞു. അമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് NDA സർക്കാരാണ്. 40 വർഷമായി കാത്തിരുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ താൻ നൽകിയെന്നും ഇനിയൊരു കാലതാമസം പാടില്ലെന്നും മോദി പറയുമ്പോൾ അത് മമതയുടെ രാഷ്ട്രീയ അടിത്തറയെയാണ് ബാധിക്കുന്നത്. സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയില്ലാതെ ബംഗാളിൽ ആർക്കും ജയിക്കാനാവില്ലെന്ന് മോദിക്ക് നന്നായി അറിയാം. പ്രസംഗത്തിലെ മറ്റൊരു നിർണായക പോയിന്റ് ഏപ്രിൽ 16 മുതൽ 18 വരെ നടക്കാൻ പോകുന്ന പാർലമെന്റ് പ്രത്യേക സമ്മേളനമാണ്. ഇത് എന്തിനു വേണ്ടിയാണെന്ന ആകാംക്ഷ എല്ലാവരിലുമുണ്ട്. ഒപ്പം തന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു നഷ്ടവും ഉണ്ടാവില്ലെന്ന മോദിയുടെ ഉറപ്പ് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും വികസിത സംസ്ഥാനങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കാനുള്ള മോദിയുടെ ഈ നീക്കം അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് കാണിക്കുന്നത്. ഏപ്രിൽ 23-29 തീയതികളിൽ നടക്കുന്ന ആ 2 ഘട്ട തിരഞ്ഞെടുപ്പുകൾ വെറും ഒരു വോട്ടെടുപ്പല്ല, അത് ബംഗാളിന്റെ മോചനത്തിനായുള്ള പോരാട്ടമാണ്. മെയ് 4-ന് ഫലം വരുമ്പോൾ BJP വലിയ വിജയം നേടുമെന്ന് മോദി ആത്മവിശ്വാസത്തോടെ പ്രവചിക്കുന്നു. മമതയുടെ കാലം കഴിഞ്ഞുവെന്നും ഇനി വികസനത്തിന്റെയും സമാധാനത്തിന്റെയും കാലമാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അത് ബംഗാളിലെ സാധാരണക്കാരായ വോട്ടർമാരുടെ ഹൃദയത്തിലേക്കാണ് ചെന്നു തറയ്ക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് വലിയൊരു അധികാര മാറ്റത്തിന്റെ പടയൊരുക്കമാണ്. ഒരു വശത്ത് അഴിമതിയും ആക്രമണവും മുഖമുദ്രയാക്കിയ TMC, മറുവശത്ത് വികസനവും സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്ന മോദി സർക്കാർ. മമതയെ അക്ഷരാർത്ഥത്തിൽ പന്നിക്കിട്ടുകൊണ്ടുള്ള മോദിയുടെ നീക്കം ലക്ഷ്യം കാണുമോ? ബംഗാൾ ഈ മാറ്റത്തെ എങ്ങനെ സ്വീകരിക്കും? എന്തായാലും മെയ് 4-ന് നമ്മൾ അത് കാണാൻ പോവുകയാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലില്ലെങ്കിലും നുഴഞ്ഞു കയറി വരുന്നവർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നതിൽ മമതയ്ക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ വോട്ട് ബാങ്ക്. രാജ്യസുരക്ഷയേക്കാൾ വലുത് വോട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണകൂടം.
നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിനെ നഖശികാന്തം എതിർക്കാൻ മമത ഓടിയെത്തും. നുഴഞ്ഞുകയറ്റക്കാരെ വെച്ചുവാഴിപ്പിക്കാൻ ഇനി അനുവദിക്കില്ല എന്ന് മോദി പറയുമ്പോൾ അത് മമതയുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെയുള്ള പ്രഹരമാണ്. ബംഗാളിനെ ഒരു സുരക്ഷിത താവളമാക്കി മാറ്റിയ മമതയുടെ ഈ നയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്ത്രീകളുടെ കാവൽ മാലാഖയാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മമതയുടെ ഭരണത്തിലാണ് സന്ദേശ് ഗലിയിലെ അമ്മമാർക്ക് നീതിക്കായി തെരുവിലിറങ്ങേണ്ടി വന്നത്. സ്വന്തം പാർട്ടിയിലെ ഗുണ്ടകൾ സ്ത്രീകളെ പീഡിപ്പിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഇതിനെ ജംഗിൾ രാജ് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? പോലീസിനെ വെറും കളിപ്പാവകളാക്കി മാറ്റി ഗുണ്ടകൾക്ക് ഭരിക്കാൻ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് മമത. സുപ്രീം കോടതിക്ക് പോലും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടി വന്നുവെങ്കിൽ ആ ഭരണത്തിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. മമതയുടെ ഈ അമ്മ മണ്ണ് മനുഷ്യൻ മുദ്രാവാക്യത്തിലെ അമ്മ സന്ദേശ് ഗലിയിൽ കരയുകയായിരുന്നു എന്ന് മോദി ഓർമ്മിപ്പിച്ചത് വെറുതെയല്ല. വോട്ട് ചെയ്യാൻ പോകുന്നവരെ ഭീഷണിപ്പെടുത്തുക, പോളിംഗ് ഏജന്റുമാരെ തല്ലി ഓടിക്കുക, ഇതാണല്ലോ TMCയുടെ സ്ഥിരം നമ്പറുകൾ. ഗുണ്ടകളെ ഭയപ്പെടേണ്ട, നിയമത്തിൽ വിശ്വസിക്കൂ എന്ന മോദി ജനങ്ങളോട് പറയുമ്പോൾ അത് മമതയുടെ ഗുണ്ടാപ്പടയ്ക്കുള്ള മുന്നറിയിപ്പാണ്. മെയ് 4 കഴിഞ്ഞാൽ നിയമം അതിന്റെ വഴിക്ക് വരുമെന്നും അപ്പോൾ ഈ ഗുണ്ടകളൊന്നും രക്ഷിക്കാൻ ഉണ്ടാവില്ലെന്നും മോദി പറയുമ്പോൾ ബംഗാളിലെ തെരുവുകളിൽ ഒരു മാറ്റത്തിന്റെ മണം വരുന്നുണ്ട്. അഴിമതിയും ആക്രമണവും കൊണ്ട് എത്ര കാലം ഒരു ജനതയെ അടക്കി ഭരിക്കാൻ കഴിയും? കേന്ദ്രം കൊടുക്കുന്ന പണം പോലും സ്വന്തം പേരിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വിതരണം ചെയ്യുന്ന വിദ്യ മമതയ്ക്ക് നന്നായി അറിയാം. കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റി സ്വന്തം പേരാക്കി മാറ്റുന്ന ഈ സ്റ്റിക്കർ രാഷ്ട്രീയം ജനങ്ങൾക്കിടയിൽ വലിയ തമാശയായി മാറിയിട്ടുണ്ട്. 3 കോടി സ്ത്രീകളെ ലക്ഷപതി രീതികളാക്കാൻ മോദി ശ്രമിക്കുമ്പോൾ മമത നോക്കുന്നത് എങ്ങനെ സ്വന്തം അണികളെ ലക്ഷപതികളാക്കാം എന്നാണ്. ഈ അന്തരമാണ് ബംഗാളിലെ വോട്ടർമാർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ബംഗാൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം അവിടുത്തെ തൊഴിലില്ലായ്മയാണ്. പണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക എഞ്ചിനായിരുന്നു ബംഗാൾ. എന്നാൽ ഇന്ന് അവസ്ഥ എന്താണ്? ബംഗാളിലെ യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ അന്തസ്സായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം പോലുമില്ല. IT കമ്പനികളോ വമ്പൻ വ്യവസായങ്ങളോ വരാത്തതുകൊണ്ട് അവിടുത്തെ ബിരുദധാരികൾ പോലും കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും തൊഴിൽ തേടി അലയുകയാണ്. മമതാ ബാനർജി വികസനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഒരു ട്രെയിൻ ടിക്കറ്റും കയ്യിലേന്തി സ്വന്തം വീട് വിട്ടിറങ്ങുന്നത്. പുതിയ ഫാക്ടറികൾ വരുന്നില്ല, ഉള്ളവ പൂട്ടിക്കെട്ടുന്നു. നിക്ഷേപം നടത്താൻ വരുന്ന വ്യവസായികളെ സിൻഡിക്കേറ്റ് ഗുണ്ടകൾ വിരട്ടി ഓടിക്കുന്നു. ഇതാണ് മമതയുടെ ഭരണത്തിന് കീഴിലെ യഥാർത്ഥ ചരിത്രം. വികസനത്തിന് പകരം അഴിമതിയും ആക്രമണവും മാത്രം വളരുമ്പോൾ അവിടെ സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പല തൊഴിൽ പദ്ധതികളും ബംഗാളിൽ നടപ്പിലാക്കാൻ സമ്മതിക്കാതെ രാഷ്ട്രീയ വാശി കാണിക്കുന്ന മമതയുടെ രീതി അവിടെയുള്ള പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്നതിന് തുല്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മോദിയുടെ പ്രസംഗം പ്രസക്തമാകുന്നത്. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന വ്യവസായങ്ങൾ തിരികെ കൊണ്ടുവരുന്ന ഒരു ബംഗാളിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ബംഗാളിൽ നിന്ന് പുറത്തു പോയവർക്ക് സ്വന്തം നാട്ടിൽ ജോലി നൽകുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് പട്ടിണിയും തൊഴിലില്ലായ്മയും കൊണ്ട് വലയുന്ന ബംഗാളിലെ സാധാരണക്കാർക്ക് കിട്ടുന്ന വലിയൊരു പ്രത്യാശയാണ്. പശ്ചിമ ബംഗാൾ ഇന്ന് നിൽക്കുന്നത് ഒരു വലിയ ചരിത്ര മാറ്റത്തിന്റെ പടിവാതിൽക്കലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് വർഷങ്ങളായി അഴിമതിയിലും ആക്രമണത്തിലും ശ്വാസം മുട്ടുന്ന ഒരു ജനതയ്ക്ക് നൽകിയ ഉറപ്പാണ്. ഏപ്രിൽ 23-29 തീയതികളിൽ ബംഗാൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ അത് വെറും ഒരു വോട്ടെടുപ്പല്ല, മറിച്ച് ആക്രമണത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടാനുള്ള ഒരു ജനതയുടെ പോരാട്ടമാണ്. മമതയുടെ 10 വർഷത്തെ വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ ബംഗാൾ വികസനത്തിന്റെ പുതിയൊരു പുലരിയിലേക്ക് മടങ്ങിയെത്തുമോ, അതോ മമത തന്റെ കോട്ട കാക്കുമോ? മാറ്റത്തിന്റെ ആ കാറ്റ് ബംഗാളിൽ വീശി തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനി നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.